നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിയന്ത്രിക്കാനാകുന്ന മഹാമാരി എന്നാണ് കോവിഡ്-19 ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ കോവിഡ്-19 പല രൂപത്തിലും പലരും പ്രവചിച്ചിരുന്നു. ഇപ്പോഴാ അത്തരത്തിലുള്ള പ്രവചനം മൈക്രോസോഫ്റ്റ് സ്ഥാപകരിലൊരാളും ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിലൊരാളും സർവോപരി മനുഷ്യരെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകൾ അല്ലെങ്കിൽ ഡാറ്റ സ്വയം ലഭ്യമാക്കുന്ന ആളുകളിൽ ഒരാളുമായ ബിൽ ഗേറ്റ്സ് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പൊള്ളയായ അവകാശവാദങ്ങൾ ഉയർത്തുന്നവരെ പോലെ അല്ലാതെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിൽ തന്നെ പലതും കുറികൊള്ളുന്നത് തന്നെ. കാരണം അവയ്ക്ക് ശാസ്ത്രീയ അടിത്തറയും കൽപ്പിച്ചിരുന്നു. കൊറോണ വൈറസിന്റെ വരവിന് 5 വർഷം മുമ്പ് തന്നെ ലോകം എബോള പകർച്ചവ്യാധിയിൽ നിന്ന് മുക്തമായി വരുന്ന കാലത്ത് ഗേറ്റ്സ് നടത്തിയ ഒരു സന്ദേശമാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. എബോളയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞു തന്നെയാണ് ഗേറ്റ്സ് മറ്റൊരു ആരോഗ്യ ദുരന്തം ലോകത്തെ കാത്തിരിക്കുന്നുണ്ടായിരിക്കുമെന്ന് പറഞ്ഞത്. അടുത്ത ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഏതെങ്കിലും 1 കോടി ആളുകളെ കൊല്ലുന്നുണ്ടെങ്കിൽ അത് ഒരു യുദ്ധം മൂലമായിരിക്കില്ല, മറിച്ച് ഒരു രൂക്ഷതയുള്ള പകർച്ചവ്യാധി ആയിരിക്കുമെന്നാണ് അദ്ദേഹം 2015 ടെഡ് ടോക്കിൽ പ്രവചിച്ചത് തന്നെ. സിനിമകളിൽ കൃത്രിമ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് നടീനടന്മാർ സാഹസ പ്രവർത്തികൾ കാണിക്കുന്നതൊക്കെ കുട്ടിക്കളിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഹോളിവുഡ് സിനിമകളിൽ പ്രതിസന്ധി ഘട്ടത്തിൽ സുമുഖരായ ഒരുപറ്റം രോഗപര്യവേഷകർ ചാടി വീണ് മനുഷ്യരെ രക്ഷിക്കുന്നതൊക്കെ കാണിച്ചു വെക്കാം. പക്ഷേ യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ വിഭിന്നമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒരു പകർച്ചവ്യാധിക്കായി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യ പ്രതിസന്ധിക്കായി ഒരുങ്ങുക എന്നതാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. നമുക്കിന്ന് രോഗത്തിനെതിരെ അർത്ഥവത്തായ പ്രതികരണം നടത്താം. നമ്മൾ വാചാലരാകുന്ന സയൻസിന്റെയും ടെക്നോളജിയുടെയും ഗുണങ്ങൾ ഉപയോഗപ്പെടുത്താം. ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ സെൽഫോണുകൾ ഉപയോഗിക്കാമെന്നത് കൂടാതെ അവരിലേക്ക് വിവരമെത്തിക്കാനും ഫോണുകൾ ഉപയോഗിക്കാം. സാറ്റലൈറ്റ് മാപ്പുകൾ നോക്കി ആളുകൾ എവിടെയാണെന്നും അവർ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്നും മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നമുക്കിപ്പോൾ തന്നെ രോഗത്തെ ചെറുക്കാനുള്ള ആയുധങ്ങളുമുണ്ട്. അവ ആഗോള ആരോഗ്യ വ്യവസ്ഥയിലേക്ക് ചേർക്കേണ്ട കാര്യമേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കമ്പനി കൊറോണ ബാധയുടെ സമയത്ത് ഇത് പ്രാവർത്തികമാക്കി കാണുകയും ചെയ്തു. മൈക്രോസോഫ്റ്റ് ബിങ്ങിന്റെ ഇന്ററാക്റ്റീവ് മാപ്സിൽ അനുദിനം പ്രശ്നമാകുന്ന മേഖലകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. എബോള വൈറസിന്റെ ആക്രമണ സമയത്തും ലോകത്തെ ആരോഗ്യ മേഖലയ്ക്ക് സജ്ജരായ രോഗപര്യവേഷകർ ഉണ്ടായിരുന്നില്ല. റിസൾട്ടുകൾ പേപ്പറുകളിൽ ഒതുങ്ങിയിരുന്നു. സമയമെടുത്ത് മാത്രമാണ് അത് ഓൺലൈനിലെത്തിയത്. വിശകലനത്തിൽ പിഴവുകൾ ഉണ്ടായിരുന്നു. ഒരു പകർച്ചവ്യാധി വരുമ്പോൾ തന്നെ എത്താൻ സജ്ജരായ സാഹസത്തിന് മുതിരുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. വിവരങ്ങൾ സമയാസമയത്ത് പുറത്തുവിടുകയും ചെയ്യണം. പരിശീലനം ലഭിച്ച ആരോഗ്യ പോലീസുകാർ വേണമെന്നും അദ്ദേഹം പറയുന്നു. സായുധ സേനയുടെ ശേഷിയും ആഗോള ആരോഗ്യ പ്രതിസന്ധിയുടെ കാലത്ത് വലിയൊരു അനുഗ്രഹമാകും. ആരോഗ്യ പരിപാലന മേഖലയിലെ ടീമുകളും സായുധ സേനയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഗുണകരമാകാം. അതോടൊപ്പം തന്നെ അതിവേഗം കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സേനയുടെ കഴിവ് പ്രയോജനപ്പെടുത്താമെന്നും അദ്ദേഹം പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.